ദ ബ്ലെസ്സഡ് ഡാമസൽ ബൈ DG റോസറ്റി ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അബൌട്ട് ദി ഓതർ DG റോസറ്റി. ഹിസ് ഫുൾ നെയിം ഇസ് ഡാൻറ്റെ ഗബ്രിയൽ റോസറ്റി എന്നാണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയിറ്റ് ആണ്, പെയിന്റർ ആണ്, ട്രാൻസ്ലേറ്റർ ആണ്, ആൻഡ് ഓൾസോ ഫൗണ്ടിങ് മെമ്പർ ഓഫ് ദി പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ്. സോ 1848ലാണ് പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ് ഫോം ചെയ്തത്. ആർട്ടിസ്റ്റിക് പ്യൂരിറ്റി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമായിരുന്നു പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ആൻഡ് മെഡീവൽ ഈസ്തെറ്റിക്സ്, സ്പിരിച്വാലിറ്റി, വളരെ റിച്ച് ആയിട്ടുള്ള സിംബലിസം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിഷ്വൽ ഇമേജറി, ആൻഡ് ഓൾസോ ലവ്, ഡെത്ത് ആൻഡ് സ്പിരിച്വാലിറ്റി, അൺഅറ്റൈനബിൾ ബ്യൂട്ടി, മിസ്റ്റിസിസം, ബോഡിയും സോളും തമ്മിലുള്ള ഒരു ടെൻഷൻ, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വർക്ക്സിനകത്ത് ഉണ്ടായിരുന്നത്. ആൻഡ് മെനി ഓഫ് ഹിസ് പോംസിനകത്ത് അദ്ദേഹം തന്നെയാണ് പെയിന്റിങ്ങും ചെയ്തിട്ടുള്ളത്. പെയിന്റിങ്ങും പോയട്രിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ബ്ലെസ്സഡ് ഡാമസലിനകത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിഷ്വൽ മാസ്റ്ററി ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. വിഷ്വൽ മാസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ വെർബൽ മാസ്റ്ററി നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി പോം ആണെന്നുണ്ടെങ്കിൽ 1847 ഇത് കമ്പോസ് ചെയ്തു, ആൻഡ് ഇറ്റ് വാസ് റിവൈസ്ഡ് ആൻഡ് പബ്ലിഷ്ഡ് ഇൻ ഇയർ 1850. ലിറ്റററി ഇൻസ്പിറേഷൻ, ഇതിനു വേണ്ടിയുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണെന്ന് വെച്ചാൽ എഡ്ഗർ അലൻ പോയുടെ ദ റേവൻ എന്നുള്ള പോയത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്. ഈ റേവൻ എന്നുള്ള പോയത്തിനകത്ത് ഒരു മെയിൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു മെയിൽ പെർസ്പെക്റ്റീവിൽ വെച്ചിട്ട് ഒരു ക്യാരക്ടർ എന്താണ്, ഒരു സെപ്പറേഷനെ കുറിച്ച്, അയാളുടെ ബിലവഡുമായിട്ടുള്ള സെപ്പറേഷനെ കുറിച്ച് വളരെ സങ്കടത്തോടെ സംസാരിക്കുന്നതാണ് ദ റേവൻ എന്നുള്ള പോയത്തിനകത്ത് പറയുന്നത്. റോസറ്റി ഇതിനെ ഈ ഒരു പെർസ്പെക്റ്റീവിനെ റിവേഴ്സ് ചെയ്തു. ഒരു സ്ത്രീ അവരുടെ ഏർത്ത്ലി ലവറിന് വേണ്ടി ലോങ് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ സാഡ് ആയിട്ട് മോൺ ചെയ്യുന്ന പോലെയാണ് ഈ ഒരു പോയത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ള പോയത്തിനകത്ത് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് ആഫ്റ്റർ ലൈഫിനെ കുറിച്ച്, സ്പിരിച്വലിസത്തിനെ കുറിച്ച്, പ്ലേറ്റോണിക് ലവിനെ കുറിച്ചും കുറച്ച് ക്രിസ്ത്യൻ ഇമേജറി ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ പ്രീ റാഫലൈറ്റ് വാല്യൂസ് നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മെഡീവൽ കൈൻഡ് ഓഫ് സിംബലിസം ഉണ്ട്, വളരെ സെൻഷ്യസ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് നടത്തിയിട്ടുണ്ട്, ഒരു ഇമോഷണൽ സിൻസിയറിറ്റി നമുക്ക് ഈ ഒരു പോയത്തിനകത്തൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, സോ സ്റ്റാൻസ ബൈ സമ്മറി നമുക്ക് നോക്കാം. സ്റ്റാൻസാസ് 1 to 10 ആണ്. അപ്പൊ സ്റ്റാൻസ 1-നകത്ത് ഒരു ഹെവൻലി മെയ്ഡൻ, അവരെയാണ് ഡാമസൽ എന്ന് വിളിക്കുന്നത്, ബ്ലെസ്സഡ് ഡാമസൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡാമസൽ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവനിൽ നിന്ന് ഇങ്ങനെ ലീൻ ചെയ്യുവാണ്, താഴോട്ട് നോക്കുവാണ്. ഹെവനിൽ നിന്ന് അവരെന്ത് ചെയ്യുവാണ്, ലീൻ ചെയ്ത് താഴോട്ട് എർത്തിലോട്ട് നോക്കുവാണ്. 3 ലില്ലീസ് ആണ് അവർ വെയർ ചെയ്യുന്നത്, ലില്ലി പൂക്കള്. അത് പ്യൂരിറ്റിയെ കാണിക്കുന്നുണ്ട്. അവർക്കൊരു ഗോൾഡൻ ഹാലോ ഉണ്ട്. ഗോൾഡൻ ഹാലോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എന്താണ്, ഒരു സ്പിരിച്വൽ സെറ്റിംഗ് ആണ്. അവർക്കൊരു ഓറ പോലെയുണ്ട്. സ്റ്റാൻസ 2-നകത്ത് അവരുടെ കണ്ണുകൾ സ്റ്റാർസിനെ റിസംബിൾ ചെയ്യുന്നു. അവരുടെ ചീക്സിലുള്ള ബ്ലഷ് ഉണ്ടല്ലോ, ആ ഒരു റെഡ് കളർ ബ്ലഷ് എന്ന് പറയുന്ന റോസസിനെ പോലെ ഇരിക്കുവാണെന്നും പറയുന്നു. മെഡീവൽ ഏഞ്ചലിക് ബ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു വുമൺഹുഡ് ആണ് ഇവര് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്റ്റാൻസ 3-കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചുറ്റിനും സേക്രഡ് സോങ്സ്, പുതിയതായിട്ട് വന്ന ആത്മാക്കൾ, ഹെവനിലോട്ട് വന്ന പുതിയതായിട്ട് ന്യൂലി അഡ്മിറ്റഡ് ആയിട്ടുള്ള സോൾസ് ഇവർക്ക് വേണ്ടി ഡിവൈൻ ആയിട്ടുള്ള സോങ്സ് പാടുവാണ് ഇവർക്ക് ചുറ്റിനും നിന്ന്. ആ ഒരു ഹെവൻലി ഹാർമണിയും ഗോഡുമായിട്ടുള്ള ഒരു നിയർനെസ് ആണ് അത് കാണിക്കുന്നത്. സ്റ്റാൻസ 4-നകത്ത് അവർ എർത്തിലോട്ട് താഴോട്ട് നോക്കുവാണ്. അപ്പൊ ആ ഒരു ഹെവനും എർത്തും തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റ് അവിടെ കാണുന്നു. ദെൻ സ്റ്റാൻസ 5-നകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡെഡ് സോൾസ്, മരിച്ചു പോയവരുടെ ആത്മാക്കള് ഹെവനിൽ വന്നിട്ട് അവരുടെ ലവ്ഡ് വൺസുമായിട്ട് യുണൈറ്റഡ് ആവുകയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്ലെസ്സഡ് ഡാമസൽ എന്താ ചെയ്യുകയാണെന്ന്, എർത്തലി ലവറാണ് അവർക്കുള്ളത്. ഭൂമിയിൽ ഒരാളെയാണ് ഇവർ സ്നേഹിക്കുന്നത്. പക്ഷെ താഴോട്ട് പോകാൻ വയ്യാത്ത ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ റീയൂണിയന് വേണ്ടി ഇങ്ങനെ എന്ത് ചെയ്യാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. സ്റ്റാൻസ 6-ല് ഷീ ഡിസൈഡ് ടു ബി ജോയിൻഡ് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി വിത്ത് ഹർ ലവർ. അപ്പൊ ആ ഒരു സേക്രഡ് ആൻഡ് റൊമാൻറ്റിക് ഡിസയറിന്റെ ഒരു ബ്ലെൻഡ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫിസിക്കലിയും സ്പിരിച്വലിയും അവർക്ക് അവരുടെ ലവറുമായിട്ട് റീയൂണൈറ്റ് ചെയ്യണം. അപ്പൊ അവരിങ്ങനെ ഇമാജിൻ ചെയ്യുന്നുണ്ട്, അവർ ആ ഹെവൻലി പ്ലഷേഴ്സ് ടുഗദർ നിന്ന് അവരിങ്ങനെ ഹെവൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതും ഒരു ഡ്രീം ലൈക്ക് എസ്കേപ്പിസം ആണ് അദ്ദേഹം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ വളരെ ലവിങ് ആയിട്ട് ഇവര് സംസാരിക്കുവാണ്. അവരുടെ സോൾസ് ഒരുമിച്ച് ഹെവനിൽ വരുമ്പോൾ ക്ലെൻസ്ഡ് ആവും. ആ ഒരു സ്പിരിച്വൽ പ്യൂരിഫിക്കേഷനെ അല്ലെങ്കിൽ ഒരു എറ്റേണൽ യൂണിയനെയാണ് കാണിക്കുന്നത്. അപ്പൊ സൈഡ് ബൈ സൈഡ് ആയിരുന്നു പ്രേ ചെയ്യാം, ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ടിരുന്ന് പ്രേ ചെയ്യാം. ആ ഒരു സെൻഷ്യസ് സ്പിരിച്വാലിറ്റി ആണ് ഇവിടെ പറയുന്നത്. ലവറുമായിട്ടിരുന്ന് ചെയ്യുന്ന കാര്യം. ഇവിടെ ഹെവനിൽ വന്നതിന് ശേഷം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, കൈ പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഇവരുടെ ലവറിനെ വിർജിൻ മേരിക്ക് ഇവർ പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹെവനിൽ പെർമനന്റ് ആയിട്ട് എൻറ്റർ ചെയ്യാൻ വേണ്ടി. സ്റ്റാൻസ 11-നകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഏഞ്ചൽസിൽ നിന്നാണ് ഇവര് ഹെവൻലി നോളജ്
പഠിച്ചത്, ആ ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഇവർക്ക് കിട്ടിയത്. പക്ഷെ ടൈം എന്താണ്, ഹെവനിൽ ഫ്ലോ ചെയ്യുന്ന ഡിഫറently ആണ്. അപ്പൊ ആ ഒരു ടൈം എർത്തിലെയും ഹെവനിലെയും ടൈം വളരെ ഡിഫറെന്റ് ആണ്. ആ ഒരു സിംബോളിക് ഡിസ്റ്റൻസിനെയാണ് അത് കാണിക്കുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം ഇവരുടെ വോയിസ് ട്രംബിൾ ചെയ്യുവാണ്. ഷി ബിഗാൻസ് ടു ക്രൈ. അവരുടെ ലോങ്ങിങ് വളരെ ഇന്റൻസിഫൈ ചെയ്യുവാണ്. അവര് ഹെവനിലാണെങ്കിലും അവര് ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് ഷീ വാണ്ടഡ് ടു ജോയിൻ വിത്ത് ഹർ ലവർ ഫിസിക്കലി ആൻഡ് as well as സ്പിരിച്വലി. അപ്പൊ ലവറിനെ എംബ്രേസ് ചെയ്യുന്നതായിട്ട് അവർ ആലോചിക്കുന്നു ഹെവന്റെ മെഡോസിൽ. ഹെവന്റെ മെഡോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഫിൽഡ് വിത്ത് ഫ്ലവേഴ്സ്. ആ ഒരു പ്രീ റാഫലേറ്റ് ആ ഒരു ഇമേജറിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷെ എന്നാലും ഇവരുടെ മനസ്സിൽ ഒരു ഭയം. earthly സോൾസ് ഹെവൻലി ലവിനെ പെട്ടെന്ന് ഫൊർഗെറ്റ് ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്. ആ ഒരു ആൻസൈറ്റി ഓഫ് സെപ്പറേഷൻ, ഇവരെ മറന്നുപോയോ എന്നിങ്ങനെ പറയുവാണ്. സോ ഷീ പ്ലീഡ്സ് ഫോർ റീയൂണിയൻ ബിഫോർ ഹർ ബിലവഡ് ഡൈസ്. ബിലവഡ് മരിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് വേണം എന്നുള്ള രീതിയിൽ ഇവരെന്ത് ചെയ്യാണ്, റീയൂണിയന് വേണ്ടി ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എർത്ത്ലി ലവർ സ്പീക്ക് ചെയ്യുവാണ്. എന്താണ് എർത്ത്ലി ലവർ സ്പീക്ക് ചെയ്യുന്നത്? അത് ഇവർക്ക് ഫെയിന്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ഡ്രീമിലാണ് കേൾക്കാൻ പറ്റുന്നത്. അപ്പം അയാൾ ഇമാജിൻ ചെയ്യുവാണ് എന്താണ്, അവര് ഹെവനിൽ നിന്ന് അയാളെ നോക്കുന്നു എന്നുള്ളതും. അയാളുടെ ഏർണിങ്ങും വളരെ ഇന്റൻസ് ആണ്. ആ ഒരു ഡ്രീമും വിഷനും തമ്മിലുള്ള ഒരു മിക്സ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആൻഡ് ഹി ഓൾസോ ഹോപ്സ് ദാറ്റ് സം ഡേ ദേ വിൽ മീറ്റ്. പക്ഷെ ടൈം വളരെയധികം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുവാണ് ലോങ് ആയിട്ട്. അപ്പൊ ലവ് ഇവിടെ അൺഫുൾഫിൽഡ് ആയിട്ട് റിമെയിൻ ചെയ്യുവാണ്. സ്റ്റാൻസ 20 20 സ്റ്റാൻസയാണുള്ളത്. ഫൈനൽ സ്റ്റാൻസയ്ക്കകത്ത് ഇദ്ദേഹവും ഹോപ്പ് ചെയ്യുവാണ് എനിക്കും ആ ഹെവൻലി ലവറിനെ കാണാൻ സാധിക്കുമെന്ന്. പക്ഷെ ടൈം ഇങ്ങനെ ലോങ് ആയിട്ട് കിടക്കുവാണ്, ലെങ്തി ആയിട്ട് കിടക്കുവാണ്. അത് വളരെ സോറോഫുൾ ആയിട്ടൊരു കാര്യമാണ്. അപ്പൊ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട രീതിയിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് അവരുടെ ലവ് അൺഫുൾഫിൽഡ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇനി ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെവൻ നമ്മൾ എപ്പോഴും എങ്ങനെ കാണുന്നത്, ഹെവൻ എന്ന് പറയുന്നത് വളരെ ഹാപ്പി പ്ലേസ് ആയിട്ടാണ് കാണുന്നത്, എ പ്ലേസ് ഓഫ് ബ്ലിസ്. പക്ഷെ അവിടെ ഈ ഡാമസലിന് ഹെവൻ എന്ന് പറയുന്ന ഒരു അൺഫുൾഫിൽഡ് ഡിസയറിന്റെ ഒരു സ്പേസ് ആയിട്ടാണ് മാറുന്നത്. കാരണം ഹി ഈസ് നോട്ട് ജോയിൻഡ് ബൈ ഹർ earthly ലവർ, ഷീ ഈസ് നോട്ട് ജോയിൻഡ് ബൈ ഹർ earthly ലവർ. റിലിജനും വരുന്നുണ്ട് ഇതിനകത്ത്, സ്പിരിച്വാലിറ്റിയും വരുന്നുണ്ട്, ഒരു സെൻഷ്വാലിറ്റിയും വരുന്നുണ്ട്. റിച്ച് ആയിട്ടുള്ള വിഷ്വൽ സിംബോളിസം ആണ് ഇതിനകത്തുള്ളത്. ഡുവൽ നറേറ്റീവ് ആണുള്ളത്. ഡാമസലും ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്, എർത്ത്ലി ലവറും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഹെവൻ എന്ന് പറയുന്നത് നോട്ട് എ പ്ലേസ് ഓഫ് പെർഫെക്റ്റ് പീസ് ഒന്നും അല്ല. പെർഫെക്റ്റ് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ഒരു സ്ഥലമല്ല ഹെവൻ. ലവിന്റെ ഇന്റൻസിറ്റി ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് ഹെവൻ എന്ന് പറയുന്നത് ടോർമെന്റഡും ആവുന്നുണ്ട്, കുറച്ച് ബ്ലിസ്ഫുളും ആവുന്നുണ്ട്. മേജർ തീംസ് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ലവ് ബിയോണ്ട് ഡെത്ത്. ഈവൻ ആഫ്റ്റർ ഫിസിക്കൽ സെപ്പറേഷൻ ഈ ഹെവനിൽ ഇരിക്കുന്ന നമ്മുടെ ബ്ലെസഡ് ഡാമസൽ എന്താണ്, earthly ബൗണ്ടറീസ് ഒക്കെ ട്രാൻസെൻഡ് ചെയ്ത് അവർക്ക് അങ്ങോട്ട് വന്ന് ലവറിനെ എടുത്തുകൊണ്ട് പോകണം ഹെവനിലോട്ട്. സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ ഡിസയറിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, സെപ്പറേഷനെ കുറിച്ചും പറയുന്നുണ്ട് അല്ലെ. ഈ ലവേഴ്സ് ഫിസിക്കലി സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുവാണ്. ടൈമിനെ കുറിച്ചും പറയുന്നുണ്ട്. ഹെവനിൽ ടൈംലെസ്നെസ് ആണ്, പക്ഷെ എർത്തിൽ ടൈം ഉണ്ട്. ആ ഒരു സഫറിംഗ് ഒക്കെ അതാണ് വരുന്നത്. അതുപോലെ തന്നെ ഐഡിയലൈസ്ഡ് വുമൺഹുഡ് ആണ് ഈ ഡാമസൽ ശരിക്കും പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു എറ്റേണൽ ആയിട്ടുള്ള ഒരു ഫെമിനൈൻ ഫിഗറിനെയാണ് കാണിക്കുന്നത്. ഇനി ഇതിനകത്ത് റിലീജിയനും ഡിവോഷനും വരുന്നുണ്ട്. ലില്ലി പൂക്കള്, വിർജിൻ മേരി, ഏഞ്ചൽസ് എല്ലാം കൂടി നിന്ന് പാട്ട് പാടുന്നു, അവരുടെ ആ ക്വയർ, അതെല്ലാം സിംബോളിക് മീനിങ് ആണ് ഉള്ളത്. ലില്ലീസ് എന്ന് പറയുമ്പം ആ ഒരു ഹോളി ട്രിനിറ്റി ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ പ്യൂരിറ്റിയെ കാണിക്കുന്നു. ഹാലോ, ഇവരുടെ ചുറ്റിനും ഒരു ഹാലോ ഉണ്ടെന്ന് പറയുന്നു, അതൊരു വളരെ ഡിവൈൻ, ആ ഒരു അവരുടെ ഡിവിനിറ്റിയാണ് കാണിക്കുന്നത്. ഇവരുടെ മുടിയിൽ സ്റ്റാർസ് ഉണ്ടെന്നാണ് പറയുന്നത്. സ്റ്റാർസ് കാണിക്കുന്നത് ഹെവനെ അല്ലെങ്കിൽ എറ്റേണിറ്റി ആണ്. സിംഗിങ് സോൾസ് ഉണ്ടെന്ന് പറയുന്നു ഇവരുടെ ചുറ്റിനും, ആ ഒരു സാൽവേഷനെ കാണിക്കുന്നു. അപ്പൊ ഇവിടെ സിംബലിസം ഫ്ലവേഴ്സ് ആയിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഓരോ ഇമേജിനും റിലീജിയസ് സിഗ്നിഫിക്കൻസും ഉണ്ട്, സെൻഷ്വൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസും ഉണ്ട്. പിന്നെ പ്രീ റാഫലേറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഈ പോയത്തിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡീവലിസം ഉണ്ട്, ഒരു ഏഞ്ചൽ ലൈക്ക് വുമൺ ഉണ്ട്, ക്രിസ്ത്യൻ ഐക്കണോഗ്രഫി ഉണ്ട്, ക്രിസ്ത്യൻ ഇമേജസ് ഉണ്ട്, റിലീജിയസ് ഇമേജസ് ഉണ്ട്, റിച്ച് കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നു, ഫ്ലവേഴ്സിനെ കുറിച്ച് പറയുന്നു, വിഷ്വൽ ഇമേജറിയാണ്. പോയം ഒരു പെയിന്റിംഗ് പോലെയാണ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഒരു പെയിന്ററിന്റെ വളരെ ക്ലാരിറ്റിയോടുകൂടിയും പ്രിസിഷനോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇമോഷണൽ സിൻസിയറിറ്റി ഉണ്ട് അല്ലെ, ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ആണ് ഇതിനകത്തെല്ലാം പറയുന്നത്. പിന്നെ ആഫ്റ്റർ ലൈഫ് റൊമാൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഫീമെയിൽ ബ്യൂട്ടിയെ കുറിച്ചും ഫെമിനൈൻ പ്യൂരിറ്റിയെ കുറിച്ചും പറയുന്നുണ്ട്. ക്രിസ്ത്യൻ ആൻഡ് നാച്ചുറൽ സിമ്പിൾസ് വളരെ റിച്ച് ആയിട്ടുണ്ട്. പിന്നെ ടോൺ എന്ന് പറയുന്നത് വളരെ പാഷനേറ്റ് ആയിട്ട്, സാഡ് ആയിട്ട്, ഒരു ഡ്രീം ലൈക്ക് അല്ലെങ്കിൽ മിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ടോൺ ആണ് ഈ പറഞ്ഞു പോയേക്കുന്നത്. തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എർത്ത്ലി ലെമന്റിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.